അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ബി ജെ പി പ്രതിനിധിയുടെ ആർഗ്യുമെന്റ്, ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ആർഗ്യുമെന്റ്, കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു ഗവർണറാണ് കേരളത്തിൽ നിന്നിപ്പോൾ ബീഹാറിലേക്ക് പോകുന്നത് എന്നാണ്. ഇന്ന് എം വി ഗോവിന്ദ മാഷ് പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിക്കാരും ഒക്കെ നിരാശപ്പെടുമെന്നുള്ളതാണ്. തീർച്ചയായും ഒരു ജനകീയ ഗവർണർ കേരളത്തിൽ നിന്ന് പോകുന്നതിൽ ബി ജെ പിക്ക് വേദനയുണ്ടാവുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ഇത്രയും അധികം സർക്കാരിൻ്റെ എത്രയോ പ്രഹരമേൽപ്പിച്ചാണ് പോകുന്നത്. ഭരണപരമായ ചട്ടങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഗവർണറിലെ പോകുന്നത് എന്നതാണ് ബി ജെ പിയുടെ വാദം. വരാൻ പോകുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അലേക്കറാണ്. ആശങ്കകളൊന്നുമില്ല, മുൻവിധിയില്ല എന്നൊക്കെ പറയുമ്പോഴും RSSന്റെയും ബി ജെ പി പശ്ചാത്തലവും സർക്കാരിനെയും പാർട്ടിയെയും ആശങ്കപ്പെടുത്തുന്നുണ്ടോ അഡ്വക്കേറ്റ് കെ സരൺകുമാർ? ഇല്ല, ഇപ്പോൾ പുതുതായിട്ട് ബീഹാറിലെ ഗവർണറാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ വ്യക്തിയുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ മറ്റുമൊന്നും ഇപ്പോൾ നമ്മൾ അത്ര ഗൗരവമായി കാണുന്നില്ല. കാരണം ഒരു വ്യക്തിയെ അല്ലല്ലോ വിലയിരുത്തുന്നത്, അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത്. കാരണം ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ആൾ തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഗവർണർ, സ്പീക്കർ പദവികളിൽ എത്തുന്ന ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ഏറ്റവും ഭരണഘടനാപരമായിട്ട് തന്നെ പ്രവർത്തിക്കണം എന്നതാണല്ലോ നമ്മൾ ഒരു കീഴ്വഴക്കമായി കൊണ്ടുപോകുന്നത്. എന്നാൽ അടുത്ത കാലത്ത് കേരളത്തിൽ, അതുപോലെ തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, തെലങ്കാനയിൽ, ഡൽഹിയിൽ, പഞ്ചാബിൽ, ബംഗാളിലെല്ലാം നാം കണ്ടതുപോലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാന ഗവൺമെന്റുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഒരു രാഷ്ട്രീയ ടൂളായി ഗവർണർമാരെ മാറ്റുന്നത് നാം കാണുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ ആരാണ് ഗവർണർ, എന്താണ് ഗവർണറുടെ അധികാരം, പദവി, യോഗ്യത എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഭരണഘടനയിൽ പറയാത്ത പല അധികാരങ്ങളും എടുത്തുകൊണ്ട് സംസ്ഥാന ഭരണത്തിൽ ഇടപെടുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന പല ഇടപെടലുകളും ഈ ഗവർണറുടെ ഭാഗത്തുനിന്ന് നാം കാണുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിലെ ഗവർണറെ കുറിച്ച് ഇൻട്രോയിൽ തന്നെ സൂചിപ്പിച്ചു. 6-7 രാഷ്ട്രീയ പാർട്ടികളിൽ പോയി കേന്ദ്രമന്ത്രിയും MP ഒക്കെയുമായി നിരവധി പദവികൾ വഹിച്ച ആളാണ്. അത്തരത്തിൽ പദവികൾ വഹിച്ച ആൾ ഒരു ഗവർണർ സ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന തരത്തിലുള്ള നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തത്, കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രാഷ്ട്രപതിക്ക് കത്തെഴുതി. നമുക്കറിയാം, ഈ കേരളത്തിൽ പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സംസ്ഥാനമാണോ നമ്മുടെ കേരളം? അദ്ദേഹം കത്തെഴുതിയത് നാം കണ്ടില്ലേ. അതിനുശേഷം നയപ്രഖ്യാപനം ഞാൻ വായിക്കില്ല നിയമസഭയിൽ. എന്താണ് കാരണം? പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭ പ്രമേയം പാസാക്കിയതും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് മാറിയപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ആശങ്കയുണ്ടാക്കിയത് ഒരു ഗവർണർക്ക് യോജിച്ച, ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ആൾക്ക് യോജിച്ചതാണോ? അതുപോലെ ധനമന്ത്രിയിൽ എനിക്കുള്ള പ്രീതി നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ധനമന്ത്രി രാജിവെക്കണം എന്ന രൂപത്തിൽ ഒരു ഗവർണർക്ക് പ്രീതി നഷ്ടപ്പെട്ടാൽ എന്താണ് ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്ത് സംഭവിക്കുക? ഗവർണറുടെ പ്രീതിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ മറക്കുന്നു നാം കാണുകയാണ്. അതുപോലെ ശ്രീ സജി ചെറിയാന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം പത്രവാർത്തകളും വിവാദങ്ങളും ചർച്ചകളും എല്ലാം ഉണ്ടാക്കിയത് നാം കാണുകയാണ്. അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലും നയപ്രഖ്യാപനം വായിക്കില്ല എന്നുള്ള കാര്യത്തിലുള്ള ശടംപിടുത്തവും, അതുപോലെ ധനമന്ത്രിയിൽ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും, ഒരു സംസ്ഥാനത്ത് മന്ത്രിയായി വരുന്ന ആൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കില്ല എന്ന് പറയുന്നതും ഗവർണർ മനസ്സിലാക്കേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സജി ചെറിയാന്റെ വിഷയത്തിൽ കോടതിയുടെ വ്യവഹാരം മറ്റൊന്നായി മാറുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം തന്നെ എതിർത്തു, വലിയ ചർച്ചാ വിഷയമായി കോടതി തന്നെ നിരീക്ഷണം നടത്തി, പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപ്പോൾ ഈ ഗവർണർ നടത്തിയ എല്ലാ ഇടപെടലുകളെയും നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നും 9 VC-മാർ പടിക്ക് പുറത്താണ്. ചട്ടവിരുദ്ധമായിട്ട് നിയമനം നടത്തി എന്നതായിരുന്നു ഗവർണറുടെ ആക്ഷേപം. അത് ശരിവെച്ചുകൊണ്ടല്ലേ കോടതി ഉത്തരവുകൾ വന്നത് പലതും? അല്ലല്ല ഡോക്ടർ അരുൺ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യം അത് ഒരു ഗവർണർ പദവിയിലേക്ക് വരുന്നയാൾ, ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗവർണർ പദവിയിലേക്ക് വരുന്നയാൾക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലല്ലോ. 35 വയസ്സുള്ള ആർക്കും ഗവർണർ ആകാം. പക്ഷെ ഗവർണർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക്കായി ഭരണഘടനാപരമായി പാലിക്കേണ്ട മര്യാദകളുടെയും അടിസ്ഥാനപരമായ തത്വത്തിൻ്റെയും കാര്യത്തിലുള്ള 4 ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. ഗവർണർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബില്ലിൽ ഒപ്പിടേണ്ടത്. സുപ്രീം കോടതി ചോദിച്ചില്ലേ, തീ കൊണ്ട് തലചൊറിയരുത് എന്ന് പറഞ്ഞത് ഈ ആരിഫ് മുഹമ്മദ് ഖാനോടല്ലേ? ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ അധംപതിക്കരുത് എന്ന് പറഞ്ഞത് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ? ഞങ്ങൾ കടുത്ത ഭാഷയിലേക്ക് പ്രതികരിച്ചു, ഇനി കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന് പറഞ്ഞപ്പോഴല്ലേ അദ്ദേഹം ഒപ്പിടാതെ കക്ഷത്തിൽ വച്ചുകൊണ്ടിരുന്ന 9 ബില്ലുകളിൽ ചിലത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചിലതിൽ ഒപ്പിടുകയും ചെയ്തത്? ഈ ഇടുക്കിയിലെ ഭൂപതിവ് പട്ടയം 2.25 വർഷമല്ലേ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ല് ഒപ്പിടാതെ സൂക്ഷിച്ചത്?
പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം അത് ഗവർണർ എന്ന രൂപത്തിലല്ല, ചാൻസലർ എന്ന രൂപത്തിൽ. ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, അദ്ദേഹം അതിൽ ഒപ്പിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞു ഗവൺമെന്റിന്റെ പ്രഷർ കൊണ്ടാണ്, സമ്മർദ്ദം കൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന ഒറ്റ പരാമർശത്തിലാണ് സുപ്രീം കോടതി കയറി പിടിച്ചത്. മറിച്ച് ആർക്കെങ്കിലും പുനർനിയമനം കൊടുക്കുന്ന കാര്യത്തിലോ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനദണ്ഡത്തിന്റെ കാര്യത്തിലോ ഗവൺമെന്റ് സ്വീകരിച്ച നടപടിക്രമങ്ങളിലോ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. മറിച്ച് ഒരു ഗവർണർ എല്ലാ തീരുമാനവും കഴിഞ്ഞ് ഒപ്പിട്ടതിന് ശേഷം എന്നിൽ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയുന്ന ഒരു ഓപ്പൺ പ്രസ്താവനയിലാണ് സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. മറിച്ചൊന്നും ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം Debate with Dr. Arun Kumar.